റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ഒരു സാമ്പത്തിക ബാധ്യം ഏൽപ്പിച്ചിരുന്നില്ല എന്ന് പിതാവ് റഹീം പറയുന്നു. കൊലപാതക വിവരമറിഞ്ഞ ഭാര്യ ഷെമി പൊട്ടിക്കരഞ്ഞു. മക്കളെ കാണണമെന്ന് പറഞ്ഞു. കട്ടിൽ നിന്നും താഴെ വീണുവെന്ന് തന്നെയാണ് ഷെമി ഇപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് തനിക്കറിയില്ല. തനിക്ക് വിദേശത്തേക്ക് നിലവിൽ പോകാനാകില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നും റഹീം റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഒരിക്കലും അവൻ്റെ ബാധ്യത ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ബാധ്യത ഉണ്ടെങ്കിൽ അവൻ തന്നെ നമുക്ക് വീടും വീടൊക്കെ വിറ്റ് ബാധ്യത തീർക്കാൻ അവൻ തന്നെ മുന്നിൽ നിന്നത്. ബ്രോക്കർമാരെ കൊണ്ടുവന്നത് മറ്റു എല്ലാം അവൻ തന്നെ മുന്നിൽ നിന്ന് ചെയ്തു. അപ്പോൾ അത് ഈ റഹീംക്കയുടെ കൂടി ബാധ്യത തീർക്കാനാണ്, അല്ലാതെ ഈ ബാധ്യതയെ കുറിച്ച് പറയുന്നില്ല. എല്ലാ ബാധ്യത ഈ ബാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഷെമിയോട് ചോദിച്ചിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്? ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? കട്ടിലിന് താഴെ വീണെന്നാ പറഞ്ഞു. ഇപ്പോഴും അങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കും. പൂർണ്ണമായിട്ടുള്ള കൊലപാതക വിവരത്തെ കുറിച്ച് ഷെമിയോട് പറഞ്ഞാൽ എല്ലാ ഡോക്ടർ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ഡോക്ടർമാർ പറയാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ തന്നെ പറഞ്ഞത്. എന്തായിരുന്നു ഇപ്പോൾ പ്രതികരണം? എന്തായിരുന്നു? കരയുമായിരുന്നു. അത്രയുള്ളൂ. വിദേശത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോഴത്തെ പോകണമെന്ന് ഇപ്പോൾ പറ്റത്തില്ല. കാരണം ചികിത്സയും ബാക്കി കാര്യങ്ങളും ഏകദേശം 1 വർഷമെങ്കിലും ഉണ്ടാവും. എന്താണെന്ന് ചോദിച്ചാൽ ചികിത്സാ ചെലവ് എന്ന് അറിയത്തില്ല. വലിയൊരു ബാധ്യത തന്നെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ചികിത്സാ ചെലവ് ഒരു ബാധ്യതയായിട്ടുണ്ട്. മറ്റു മാർഗങ്ങളൊന്നും വഴികളൊന്നുമില്ല. ജോലിയില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ അഫാന്റെ പിതാവിന്റെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ കടമൊന്നും മകനെ ഏൽപ്പിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് അവർ താമസിക്കുന്ന ഇടത്തുണ്ടാക്കിയ കടത്തെക്കുറിച്ചാണ് അഫാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതേക്കുറിച്ച് പിതാവിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഭാര്യയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സ്മൃതി, ഇന്നലെയാണ് ഈ അഫാന്റെ മാതാവ് ഷെമിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. അവരെ സ്വന്തമായ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യമല്ല നിലവിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു കെയർ ഹോമിൽ ആണ് ഈ ഷെമിയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. വിദഗ്ധ ചികിത്സ വേണം. വലിയ ബാധ്യത തന്റെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തരം ബാധ്യതകൾ ഉണ്ടായിട്ട് പോലും നിലവിൽ മകനോട് അത്തരമൊരു കാര്യം പറയുകയോ ആ ബാധ്യത മകനെ ഏൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് റഹീം നമ്മളോട് പറഞ്ഞത്. നിലവിൽ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭാര്യ ഷെമിയെ തനിച്ചാക്കി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. വിദഗ്ധമായിട്ടുള്ള ചികിത്സ തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായി മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിലേക്ക് മകനെ നയിച്ചത് എന്നുള്ളത് ഒരു പിതാവെന്നുള്ള നിലയിൽ തനിക്ക് അറിയില്ല എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയാണ്. നിലവിൽ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുന്നുണ്ട്. ഒപ്പം ഒരു സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത ഒരു പലിശയ്ക്ക് എടുത്ത പണം അത് തിരികെ അടയ്ക്കുന്നതിന് വേണ്ടി, ആ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി പണം അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഭാര്യയും മകനും അത് പൂർത്തിയാക്കിയിട്ടില്ല, അടച്ചു തീർത്തിട്ടില്ല എന്നുള്ളതാണ് റഹീം പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു വലിയ ബാധ്യത കുടുംബത്തിനുള്ളതായി ഒരു വിവരവും തനിക്ക് ലഭിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഈ ബാധ്യത ഉണ്ടായത് എന്നുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല എന്നും റഹീം പറയുന്നു. വളരെ നിസ്സഹായനായാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം എന്ന് പറഞ്ഞത്. വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഒരു ബന്ധു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ പേരുമലയിലെ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് താൻ മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭാര്യയ്ക്കും അത്തരമൊരു ആഗ്രഹം ഇല്ല എന്നുള്ളതാണ്. ഒപ്പം പോലീസിന് മൊഴി നൽകിയതുപോലെ ഈ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് തന്നെയാണ് ഭർത്താവിനോടും ആവർത്തിക്കുന്നത്. മകൻ ഇത്രയും പേരെ 5 പേരെ കൊലപ്പെടുത്തി എന്നുള്ളത് ഭാര്യ ഷെമിയോട് പറഞ്ഞിരുന്നു. പക്ഷേ പൊട്ടിക്കരയുന്നതല്ലാതെ ഒരു മറുപടിയും ഇല്ല എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം. പക്ഷേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു മറുപടിയും ഷെമിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കെയർ ഹോമിൽ നിന്ന് ഷെമിയെ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒപ്പം ഈ മകനെ ഈ ബന്ധുക്കളടക്കം, അതായത് നമ്മൾ തന്നെ വാർത്ത പുറത്തുവിട്ടതാണ്, ഈ തട്ടത്തുമലയിലെ ഒരു ബന്ധുവിന്റെ സ്വർണവും അതുപോലെ തന്നെ 4 ലക്ഷം രൂപയും ഇവർ കടം വാങ്ങിയിരുന്നു. അതും തിരികെ നൽകിയിട്ടില്ല. പക്ഷേ 4 ലക്ഷം വാങ്ങിയതിന് 5 ലക്ഷമായി തിരികെ കൊടുത്തു എന്നുള്ളതാണ് റഹീം പറയുന്നത്. ഒപ്പം ഈ സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു, ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ തന്നെ ആയിരിക്കാം മകൻ ഈ ക്രൂരകൃത്യത്തിലേക്ക് മകനെ നയിച്ചത് എന്നുള്ളതും ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു പണിയെടുത്ത് ഇനി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം ഈ പേരുമലയിലെ വീട് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, പോകുന്നില്ല എന്നുള്ളതാണ് നിസ്സഹായ അവസ്ഥയോടുകൂടി അദ്ദേഹം പറഞ്ഞത്. സ്മൃതി,
ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.